നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഏപ്രിൽ 1 കാരണം ഈ മാസം ഏറ്റവും ശുഭകരമാകുന്നു. ദേവതാപ്രീതി നേടുവാൻ ഏറ്റവും ശുഭകരമായ മാസങ്ങളിലൊന്ന്. കാരണം വിഷു ഈ മാസമാണ് വന്ന് ഭവിക്കുന്നത്. എന്നാൽ ഇന്നേ ദിവസം മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനപരമായ അഥവാ പണവരവ് വർദ്ധിക്കുന്നതായ ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് ഇവരുടെ ജീവിതത്തിൽ ധനപരമായി വന്നു ചേരുക, അതായത് ധനപരമായ എന്തെല്ലാം നേട്ടങ്ങൾ വന്നു ചേരും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ, ചില ഫലങ്ങൾ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യം ഫലങ്ങളെക്കുറിച്ച് തന്നെ പരാമർശിക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ധനവരവ് വളരെയധികം വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ധനം വർദ്ധിക്കുന്നതായ ഈ സമയത്ത് ശരിയായ രീതിയിൽ ഇവർ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇവർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സമയം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരൂ. ചതി ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ കാലമായി ലഭിക്കാതിരുന്ന കൈവായ്പകൾ, കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വളരെയധികം സഹായം ആവശ്യമായ സമയങ്ങളിൽ സഹായം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് കൂടി അറിയുക. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾ തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായും തൊഴിൽപരമായും കൈകളിലേക്ക് ധനം വന്നു ചേരും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില കടങ്ങൾ അത് കൊടുത്ത് തീർക്കുവാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ നൽകിയിട്ടുള്ളതായ കടം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില കടങ്ങൾ തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ച കടങ്ങൾ, ചില ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ അനുകൂലമാണ് നിങ്ങൾക്ക് ഈ സമയം. ധനപരമായി നിങ്ങൾ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ, ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും. വ്യാപാര രംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വിദേശത്ത് ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ധനപരമായി വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ധനപരമായ ഉയർച്ചകൾ വന്ന് ചേരാവുന്ന ഒരു സമയമാണ്. പല വഴികളിലൂടെയും ധനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. തന്മൂലം ജീവിതത്തിൽ മനസമാധാനം കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ കൈവായ്പ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കടമായി നൽകിയിരിക്കുന്ന ധനം, പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരാം. വ്യാപാരം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായി അല്പം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ ചില വ്യാപാര കരാറുകൾ വന്നു ചേരാം. ബിസിനസ് വിപുലീകരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചതായ പല പ്രശ്നങ്ങൾക്കും പല വിഷമതകൾക്കും പരിഹാരം കണ്ടെത്തുന്ന സമയമാണ് എന്ന് പറയാം. അത്രമേൽ അനുഭവിച്ചിരിക്കുന്നതായ ഒരു സമയമാണ് ഇത്.
പല വിഷമതകളും പല കഷ്ടതകളും നിങ്ങൾ അനുഭവിച്ച് മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സമയം നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്നാണ് ഉയർച്ച എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ തീർച്ചയായും പരമശിവനെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയം ശുഭകരമായ ചില ഫലങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ഇതിനു മുൻപുള്ള സമയം വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് കടന്നു വന്നത് എന്നതാണ് വാസ്തവം. പല രീതിയിലും ധനപരമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ അനുഭവപ്പെടുക, മുന്നോട്ടുള്ള പ്രയാണം തന്നെ വളരെയധികം കഷ്ടപ്പെടുന്നതായ അവസരം, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതായ അവസ്ഥ. എന്നാൽ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുക. തൊഴിൽ മേഖലയിൽ ഉയർച്ച, തന്മൂലം ധനപരമായ നേട്ടങ്ങൾ, കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏജൻസി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. വ്യാപാരം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും. കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കും. കട കൊടുത്തിരിക്കുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യം വന്നു ചേരും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലുള്ള സമയം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു എന്ന് പറയാം. അത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തന്നെയാകണം എന്നില്ല. മനസ്സിനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നതായ അവസ്ഥ. എന്നാൽ ഇതിൽ നിന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നതായ ഒരു മാസമായി മാറും ഏപ്രിൽ മാസം എന്ന് മനസ്സിലാക്കുക. പൊതുഫല പ്രകാരമാണ്. എന്നിരുന്നാൽ പോലും ഒരു 70% വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഇത്തരം ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾ വഴിമാറി പോകുന്നതായ അവസ്ഥ. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം ബിസിനസ്, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനപരമായ ഉയർച്ച, പുതിയ കരാറുകൾ മൂലം പോലും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സൗഹൃദങ്ങൾ വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. നിലവിലെ ജോലി നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കടം നൽകിയതായ ചില പണം തിരികെ ലഭിക്കുന്നതാണ്. ചില കടങ്ങൾ കൊടുത്ത് തീർക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം അനുകൂലമാണ് ഈ സമയം എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വളരെ വേഗം തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രക്കാരാകുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾ വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. വളരെയധികം പ്രയാസങ്ങൾ ധനപരമായും മാനസികപരമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സമയം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്ന് പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുകയും തന്മൂലം ധനപരമായ ഉയർച്ച വന്നു ചേരാം. ജോലി മാറുന്നതുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും സിദ്ധിക്കാം. ഈ സമയം ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നത്
കന്നിക്കൂറിന്റെ ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. പല നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ്. കൈവായ്പയായി നൽകിയ പണം പോലും തിരികെ ലഭിക്കാം. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളിൽ നിന്നും ധനം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായ സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ ധനം പല വഴികളിലൂടെയും വന്നു ചേരാം. സഹായമായി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.